വടകരപ്പതിയിലെ മത്സ്യ ഫാക്ടറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ദുർഗന്ധമില്ലെന്ന് കോടതിയിൽ വാദിച്ച മത്സ്യ ഫാക്ടറിയുടെ മാലിന്യ വണ്ടി അർദ്ധരാത്രി നാട്ടുകാർ തടഞ്ഞു. ദുർഗന്ധം സഹിക്കവയ്യാതെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും റോഡിൽ ഛർദ്ദിച്ചു. സാർ ഒന്നുമില്ല, ഇവിടെ തുറന്നു നോക്കിട്ട് വിട്ടാ മതി. ഇവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങളെ പ്ലാന്റിൽ കൊണ്ട് നിർത്തി. പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ അതാണ് CI പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ തൊട്ടുള്ള ഇപ്പൊ അവര് കൊല്ലായിട്ടില്ലല്ലോ. ഇപ്പൊ 2 ദിവസത്തല്ലേ വന്നത്. കൊല്ലായിട്ടുള്ള പ്രശ്നമാണ്. ഇലക്ഷൻ സമയമായതുകൊണ്ട് സ്റ്റോപ്പ് പോയിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങി അത്രേ ഉള്ളൂ. ഇന്നലെ മിഞ്ഞാന്നും പോയിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതോടുകൂടെ കമ്പനിക്ക് അറിയല്ലോ. കമ്പനിക്കായിട്ടുണ്ട് സംഭവം. അവിടെ പൊല്യൂഷൻ കൺട്രോൾ ഇതേ നാറ്റത്തിൽ പോയിട്ട് പൊല്യൂഷൻ കൺട്രോൾ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്മെല്ലും ഇല്ലാണ്ട് എഴുതി കൊടുത്തു. ആ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പോലീസ് കസ്റ്റഡിയിൽ. ആ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ വണ്ടി കസ്റ്റഡിയിൽ എടുത്ത് ബാക്കി നടപടി നോക്കും പറയുന്നത്. പിന്നെ ഇപ്പോഴല്ലേ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഈ സമയത്ത് വരാൻ പറഞ്ഞാൽ ആരൊക്കെ വരുന്നുള്ള കാര്യം അറിയില്ല. വടകരപ്പതിയിൽ അനുമതിയില്ലാതെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന സഞ്ചാരി ഓഷ്യാനിക് എന്ന സ്വകാര്യ മത്സ്യ ഫാക്ടറിയുടെ വാഹനമാണ് നാട്ടുകാർ അർദ്ധരാത്രി തടഞ്ഞത്. രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്ന മത്സ്യമാലിന്യങ്ങളുമായി ഫാക്ടറിയിലേക്ക് വന്ന കണ്ടെയ്നർ ലോറി ഇന്നലെ അർദ്ധരാത്രിയോടെ ഊരിന് മധ്യേ കിണർപ്പള്ളം ജംഗ്ഷനിലാണ് ജനക്കൂട്ടം തടഞ്ഞത്. കമ്പനിക്ക് മലിനീകരണമില്ലെന്നും മണമില്ലെന്നും ഹൈക്കോടതിയിൽ വ്യാജ റിപ്പോർട്ട് നൽകി സ്റ്റോപ്പ് മെമ്മോ റദ്ദാക്കിയ കമ്പനിയുടെ മുഖമാണ് ഇന്നലെ രാത്രി മറനീക്കി പുറത്തുവന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. അഴിമതിരഹിത സമൂഹം വടകരപ്പതി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വാഹനം തടഞ്ഞത്. സ്ഥലത്തെത്തിയ പോലീസിനും പഞ്ചായത്ത് പ്രസിഡന്റിനും വാർഡ് മെമ്പർമാർക്കും മാലിന്യവണ്ടിയുടെ രൂക്ഷമായ ദുർഗന്ധം കാരണം വണ്ടിക്കരികിൽ നിൽക്കാൻ പോലും സാധിച്ചില്ല. വണ്ടി ഫാക്ടറിക്കുള്ളിൽ കയറ്റി സുരക്ഷിതമായി ഇടാമെന്ന പോലീസിന്റെ ആവശ്യം നാട്ടുകാർ ശക്തമായി എതിർത്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കമ്പനിക്കെതിരെ അന്തിമ തീരുമാനമെടുക്കാൻ വടകരപ്പതി പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരാനിരിക്കെയാണ് ഈ സംഭവം. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ഫാക്ടറി ലൈസൻസോ ഭൂജല വകുപ്പിന്റെ അനുമതിയോ ഇല്ലാതെയാണ് കമ്പനി ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പരാതി. ഒക്ടോബറിൽ കമ്പനിക്ക് പുറത്ത് രൂക്ഷമായ ദുർഗന്ധമുണ്ടായിരുന്നുവെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കേന്ദ്ര ബോർഡിന് നൽകിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. DMO നൽകിയ ആരോഗ്യ ഭീഷണി റിപ്പോർട്ടും നിലനിൽക്കുന്നു. രൂക്ഷമായ മലിനീകരണം സൃഷ്ടിക്കുന്ന ഈ റെഡ് കാറ്റഗറി വ്യവസായത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളി അവസാനിപ്പിക്കണമെന്നും ഫാക്ടറീസ് ആൻഡ് മോട്ടോർ വാഹന വകുപ്പ് ചട്ടങ്ങൾ എന്നിവ കാറ്റിൽ പറത്തി അർദ്ധരാത്രി മാലിന്യം കടത്തിയ കമ്പനിക്കെതിരെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 233 പ്രകാരം അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.